ചെറിയൊരു മ്യൂസിക്കിൽ തുടങ്ങാല്. Yes, let's start the program. ഈ മ്യൂസിക് നിങ്ങളായിരിക്കും എന്ത് മ്യൂസിക്കാണ്? നമുക്ക് നാടൻ സ്റ്റൈലിൽ മ്യൂസിക്കില്ല, കുറച്ചുകൂടി നല്ല ഒരു ഡപ്പാങ്കുത്ത് മോഡല്. ഞാൻ ആ മ്യൂസിക് ഇടാൻ കൈയടിക്കാൻ തയ്യാറല്ലേ? സീറോ ഉള്ള സമയം. അതെ, അപ്പം ഇതുപോലെ നമുക്ക് മറ്റു ന്യൂസുകളിലേക്ക് ഒന്ന് കടക്കാം. നമുക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ അല്ലല്ലോ, കുറച്ച് പഴയ കാലത്തെ ട്രെയിനാണ്, ഡീസൽ എൻജിൻ ട്രെയിനാണ്. അപ്പം അന്ന് ഈ ഗ്രീസ് ഇടുന്ന പരിപാടി കുറവാണ്. ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോഴുള്ള ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഒരു കാലഘട്ടങ്ങളിൽ ട്രെയിൻ നിന്നിരുന്നത്. ഇനി ഈ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് പോവുകയാണെങ്കിൽ ഉള്ള ശബ്ദം എന്ന് നോക്കാം. ഇതിനങ്ങ് പോയി. ഈ ട്രെയിൻ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ട്രെയിൻ ഇതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഉള്ള വ്യത്യാസം, പാസ് ചെയ്ത് പോകുമ്പോൾ, നമ്മളിങ്ങനെ ട്രെയിൻ പോവാണ്, മറ്റൊരു ട്രെയിൻ ഇതിനെ പാസ് ചെയ്ത് പോകുമ്പോഴുള്ള ശബ്ദ വ്യത്യാസം. നല്ല ചുമയും പനിയായിരുന്നു, അത് മാറി ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ശബ്ദത്തിൽ ആ കുറവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആദ്യം കൈയടിക്കണം. താങ്ക് യു. നമ്മുടെ വീട്ടിലൊക്കെ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ നാട്ടുമ്പുറത്തുള്ള കോഴികൾ മുട്ടയിടുന്ന ശബ്ദം. ഈ കോഴീനെ ഒരു പൂവൻകോഴി കണ്ടു കഴിഞ്ഞാൽ ചങ്ങായി പാടത്തും പറമ്പത്തും ഓടാനുള്ള തിരക്കാം. എന്നെ ഒന്ന് ചേലിയെ രക്ഷിക്കണേ എന്നും പറഞ്ഞൊരു പോക്കുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസം. എന്നൊരു സംഗതി ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ കോഴികളുടെ കഥ എങ്ങനെയാണ്? ഇതുപോലെ തന്നെയാണ് നമുക്ക് പൂച്ചകളുടെ കഥ. വീട്ടില് മീൻ മുറിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പൂച്ചക്ക് ഒരു വരവുണ്ട്, പമ്മി. ഒരു ഇരിപ്പ. ഇങ്ങനെ ചോദിക്കുന്ന പരിപാടി ഉണ്ട്. ഇനി മൂപ്പർ ഒറ്റക്കല്ല, മൂപ്പർ രാത്രി ആകുമ്പോൾ എന്ന് പറയുന്ന ശബ്ദവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൈറ്റ്?
അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഇനി കുറച്ച് താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശബ്ദം ഞാൻ ഒരിക്കലും ബാധിച്ചു പറയില്ല, പക്ഷെ അവരുടെ ശൈലി, അവർ സംസാരിക്കുന്ന രീതിയുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാം. ഈ വേദിയിലേക്ക് ബാലചന്ദ്ര മേനോൻ വരാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിക്കാം? എനിക്ക് തൃപ്തിയായി, എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ശബ്ദം കേട്ടിട്ട് കൈയടയിരിക്കാതിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല, ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഒരു കൈയടി അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂട്ടാ. താങ്ക് യു. നരേന്ദ്ര പ്രസാദിന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാൻ. നരേന്ദ്ര പ്രസാദ് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥയിലായല്ലേ. ഏതായാലും ഇവിടെ വന്നിട്ട് ഈ കലാകാരന്മാർ പരിപാടി അവതരിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്ക് യു. ലാൽ ലക്സിനെ ഒന്ന് ശ്രമിക്കുകയാണ്. ലാൽ ലക്സ് പേഴ്സണലായിട്ട് പറയുക, കലാകാരന്മാരിതുപോലെ സംഘടന നടത്തുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി കൈയടിക്കാതിരുന്ന് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ പാടുന്നവരും മാറുന്നവരും ഒക്കെ ഉണ്ട്, എല്ലാവരും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ദാറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. ആസിഫ് അലിയെ ഒന്ന് ശ്രമിക്കുകയാണ്. ആസിഫ് അലി. ഹലോ, ആക്ച്വലി എല്ലാവർക്കും എൻ്റെ എല്ലാ വിജയാശംസകളും. ഇവിടെ വന്നപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും. താങ്ക് യു. ഓക്കെ, അപ്പം ഈ മിമിക്രി ഇവിടെ അവസാനിച്ചായിട്ട് കരുതിക്കൊണ്ട് നിങ്ങളെല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.